കൽക്കി AD 2898. റൈറ്റർ ഡയറക്ടർ നാഗ് അശ്വിൻ. മഹാനടിയാണ് ഇതിന് മുമ്പിൽ നാഗ് അശ്വിൻ ചെയ്തിട്ടുള്ള സിനിമ. സോ ഈ സിനിമ വരുന്ന സമയത്തും ഈ സിനിമ ഇറങ്ങുന്ന സമയത്തും ഞാനും എൻ്റെ സർക്കിളിൻ്റെ ഇടയിൽ എനിക്ക് യാതൊരു ഹൈപ്പും അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള സിനിമ വരാൻ പോകുന്നു എന്നുള്ളൊരു ഫീല് പേഴ്സണലി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു വലിയ സിനിമയാണ് ഇതൊന്നും, പിന്നെ ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ ഉണ്ടെന്നുള്ളതും ഇതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ വന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമ ഗംഭീരമായിട്ടുള്ള ഒരു തിയേറ്ററിൽ തന്നെ കാണണം എന്ന് പറഞ്ഞ് ഇവിടെയുള്ളൊരു PVRൽ ബുക്ക് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. തെലുങ്കാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനീഷ്യലി. സോ എനിക്കും ഈ പ്രഭാസിനും എന്തോ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഈ പ്രഭാസിൻ്റെ സിനിമ ഒരിക്കലും ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കഴിഞ്ഞ 2 പടമായിട്ട് സാധാരണ ഇതിനെ സംഭവിച്ചു. സെയിം തിങ് ഹാപ്പൺ ടു കൽക്കി ആസ് വെൽ. നമ്മൾ പോകുന്നു, സിനിമ തുടങ്ങുന്നു. PVR ആയതുകൊണ്ട് ഇത്തവണ രണ്ടും കൽപ്പിച്ച് എന്തായാലും സബ് ടൈറ്റിൽ ഉണ്ടാവും. അത് എഴുതി കാണിക്കുന്ന സമയത്ത് സബ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി അതിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ തുടങ്ങിയപ്പോൾ സബ് ടൈറ്റിൽ ഇല്ല. ആദ്യത്തെ 1 മിനിറ്റിൽ തന്നെ തിരിച്ച് ഇറങ്ങി. അതിനുശേഷം സെക്കൻഡ് ടൈം പോകാൻ വേണ്ടിയിട്ട് ഒരു തമിഴ് സിനിമ റിസ്ക് എടുക്കുന്നില്ല. അപ്പോൾ PVRലുള്ള ആൾക്കാരോട് അന്വേഷിച്ച് പറഞ്ഞു സബ് ടൈറ്റിൻ്റെ ഫയൽസ് നമുക്ക് കിട്ടിയിട്ടില്ല, എവിടെയും സബ് ടൈറ്റിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തെലുങ്ക് പിന്നെ ബുക്ക് ചെയ്തിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് തമിഴിലേക്ക് പോയി. 2D ആയി. സിനിമ തിയേറ്ററിൽ PVRലുള്ള ഫസ്റ്റ് സീൻ തന്നെ അതിഗംഭീരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ടൈം എടുക്കാതെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. സോ പറഞ്ഞ പോലെ സ്റ്റാറിങ് കുറേ സ്റ്റാർസ് ഉണ്ട്. ഈ സിനിമ മൊത്തം സ്റ്റാർസ് ആണ്. സോ അതുകൊണ്ട് തന്നെ വന്നിട്ട് റബൽ സ്റ്റാർ പ്രഭാസ്, അതുപോലെ തന്നെ കമൽഹാസൻ, അമിതാഭ് ബച്ചൻ, അതുപോലെ തന്നെ ദീപിക പദുക്കോൺ, ദിശ പട്ടാണി, ശാശ്വത ചാറ്റർജി, ശോഭനയുണ്ട്, നമ്മുടെ അന്നാബെൻ ഉണ്ട്, പശുപതി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ രാജമൗലി അടക്കം ഇഷ്ടം പോലെ ആൾക്കാരുടെ ഒരു ബ്രഹ്മാനന്ദമുണ്ട്. അങ്ങനെ ഒരു ആൾക്കാരുടെ ഒരു പേര് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അത്രയും സ്റ്റാർസ് ഉള്ള ഒരു സിനിമയാണ് ആക്ച്വലി കൽക്കി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാൻഡ്സ് ഓഫ് എന്ന് പറയുന്നത് ആക്ച്വലി നാഗ് അശ്വിനാണ്. ഇതുപോലത്തെ ഒരു സംഭവം എടുത്ത് വിടുക എന്ന് പറയുന്നില്ലേ, അത് സമ്മതിച്ചു കൊടുക്കില്ല. കാരണം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമ, കാരണം ഒരു ബ്ലെൻഡ് ഓഫ്, അതായത് പഴയ മഹാഭാരതത്തിൻ്റെ സമയത്തുള്ള ഒരു ബ്ലെൻഡും അതുപോലെ തന്നെ പുതിയ അതായത് ഫ്യൂച്ചർ കാലഘട്ടത്തിൽ ഉള്ള ഒരു സൈഫൈയും കൂടി ചേർന്നിട്ടുള്ള ഒരു സാധനം, അത് പ്രോപ്പർലി ജനങ്ങൾക്ക് കണക്റ്റ് ആവുക എന്നുള്ളത് അത് ചെറിയൊരു കാര്യമല്ല. അത് പ്രോപ്പർലി വന്നിട്ട് നമ്മൾ, ഞാൻ തമിഴാണത്, അപ്പോൾ അതിൻ്റെ തൂയ തമിഴ് എന്ന് പറയില്ല, അതിൻ്റെ അകത്തുള്ള ഡയലോഗ്സും നമുക്ക് കണക്റ്റ് ആവണം. അറ്റ് ദ സെയിം ടൈം ഇംഗ്ലീഷിൽ പറയുന്ന ഡയലോഗ്സ് നമ്മൾ കണക്റ്റ് ആവണം. ഇത് വന്നിട്ട് ഈ ഒരു ബ്ലെൻഡ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. സോ അത് നാഗ് അശ്വിൻ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്കെയിൽ, ഇത് ഞാൻ പറഞ്ഞില്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ നമ്മൾ പാൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി ഈ ഒരു സ്കെയിലാണ് ആക്ച്വലി ശരിക്കും ഒരു സിനിമയെ പാൻ ഇന്ത്യൻ ഭയങ്കരമായിട്ടുള്ള കണ്ടന്റ് ഓബിയസ്ലി ഇസ് ദെയർ. പക്ഷേ ഈ ഒരു സ്കെയിൽ ഉണ്ടല്ലോ, അത് ട്രൂലി പാൻ ഇന്ത്യൻ. പക്ഷേ പാൻ ഇന്ത്യൻ സിനിമക്ക് അതിൻ്റെ ഹോം ആയിട്ടുള്ള മദർ ടങ് സംസാരിക്കുന്നത് ഏതാണോ മദർ ടങ്, അതിന് സബ് ടൈറ്റിൽ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. കാരണം ഈ സിനിമ വന്നിട്ട് അതിൻ്റെ ഫുൾ ക്രക്സ് നമ്മൾ തെലുങ്കിൽ കാണുമ്പോഴാണ് മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ആൾക്കാരുടെ ഡയലോഗ്സ് ആയിരിക്കും, എല്ലാ കാര്യങ്ങളും അത് തെലുങ്കിലാണല്ലോ വരും. അപ്പോൾ ഇങ്ങനത്തെ സിനിമ ഇറങ്ങുമ്പോൾ ഇത് പാൻ ഇന്ത്യൻ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ പ്രിഫർ ചെയ്യുക ഇതിൻ്റെ ഹോം ലാംഗ്വേജിൽ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആക്ച്വലി സബ് ടൈറ്റിൽ ഫയൽ എന്നുള്ളത്. സോ അത് പിന്നെയും ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് വലിയ പൈസ മുടക്കുകയും ചെയ്ത് നമുക്ക് കാണാനും പറ്റിയില്ല. ആ എക്സ്പീരിയൻസ് ടോട്ടലി മിസ്സായി നമ്മളൊരു ചെറിയ തിയേറ്ററിൽ നിന്ന് കാണേണ്ടി വന്നത് എന്നുള്ളതുകൊണ്ടാണ്. ഇതിൻ്റെ മ്യൂസിക്കിലേക്ക് വരുന്ന സമയത്ത് സന്തോഷ് നാരായണാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. സന്തോഷ് നാരായണൻ ആക്ച്വലി ഇത്രയും വലിയൊരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് അത് ഗംഭീരമായിട്ട് ആക്ച്വലി ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഇൻസ്പിറേഷൻ ഉണ്ട് ഈ സിനിമയിൽ. ഓബ്വിയസ്ലി ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ ഇൻസ്പിറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഗുഹയിലങ്ങനെ പോയി ഒളിച്ചിരുന്നിട്ടുണ്ട് ഒരു കഥ എഴുതാൻ, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇൻസ്പിറേഷൻ ഉണ്ടാവും. കാരണം ചിലതൊക്കെ വന്നിട്ട് ബെഞ്ച് മാർക്ക് ഓൾറെഡി സെറ്റാണ്. അപ്പോൾ ആ ബെഞ്ച് മാർക്ക് ബ്രേക്ക് ചെയ്യുന്ന സീൻസ് ആലോചിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ഇൻസ്പിറേഷൻസ് ഓബ്വിയസ്ലി ഉണ്ട്. സ്റ്റാർ വാർസും അതുപോലെ തന്നെ ഞാൻ കണ്ട സിനിമയിൽ സ്റ്റാർ വാർസ് ആയാലും അവഞ്ചേഴ്സ് ആയിക്കഴിഞ്ഞാലും മാഡ് മാക്സ് ആക്ച്വലി ഞാൻ ഫസ്റ്റ് പാർട്ടേ കണ്ടല്ലോ, അതിൻ്റെ ഒരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഡബിൾ വാറിൽ നമ്മുടെ അടുത്ത് വന്നില്ല. അപ്പോൾ അതൊരു അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇൻസ്പിറേഷനായിട്ട് എനിക്കിതിനെ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു സ്കെയിലും ഇതിൻ്റെ അകത്ത് മുടക്കിയിട്ടുള്ള പൈസ സ്ക്രീനിലേക്ക് എടുത്ത് കാണിക്കുന്ന സമയത്ത് അത്രയും ഞാനൊരു ചെറിയ ാണ് കണ്ടെങ്കിൽ കൂടി എനിക്കത് ഭയങ്കരമായിട്ട് അത് ഇൻഫർ ആയിട്ടുണ്ട് ആക്ച്വലി. അത് തന്നെയാണ് ആക്ച്വലി നാഗ് അശ്വിൻ്റെ പേര് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറഞ്ഞത്. ആസ് മെൻഷൻഡ് ഏർലിയർ റൈറ്റ്, സന്തോഷ് നാരായണൻ ആക്ച്വലി ഗംഭീരമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാട്ടുകൾ എന്ന് പറയുന്നത് ഒരു പാട്ടാണ് വരുന്നത്. പാട്ടിനൊന്നും ഒരു സമയമില്ല ശരിക്കും പറഞ്ഞാൽ പാട്ടിനൊന്നും വേണ്ടിയിട്ട്. എന്നാലും ഒരു പാട്ടുള്ളത് അത് കുറച്ചും കൂടി 2 പാട്ടുണ്ടെന്ന് തോന്നുന്നു, ഒന്നല്ല 2 പാട്ട്. ഫസ്റ്റ് ഹാഫിലൊരു പാട്ട് വരുന്നുണ്ട്, സെക്കൻഡ് ഹാഫിലൊരു പാട്ട് വരുന്നുണ്ട്. അതൊക്കെ വന്നിട്ട് പിന്നെയും കഥയോട് ചേർന്നിട്ടുള്ള പാട്ടുകൾ തന്നെയാണെന്ന് ഉള്ളത് കൊണ്ടും നമുക്കത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നില്ല.
ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് എനിക്കൊരു അമർഷം അഗെയിൻ നാഗശ്വിനോട്. ഈ സിനിമ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇതൊരു നമ്മളൊരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു പാൻ വേൾഡ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരാളുടെ ഫാൻസിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് സീന് വെക്കണം എന്നില്ല. കാരണം പ്രഭാസിന്റെ ക്യാരക്ടർ ഇറ്റ്സെൽഫ് ഇസ് ബിഗ്. സോ ആ ക്യാരക്ടറിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അല്ലാതെ വന്നിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫ് ലിറ്ററലി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ. കാരണം എനിക്കും പേഴ്സണലി വന്നിട്ട് എനിക്ക് ഒട്ടും കണക്ട് ആവുന്നില്ല ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന സമയത്തേക്ക്. ഭയങ്കര സ്ലോ ആണ്. പ്രഭാസിന് ഇൻട്രൊഡക്ഷൻ ഒക്കെ ഭയങ്കര വലുതാക്കി വെച്ച്, എന്നാലും അത് ഭയങ്കര ലേസിയാണ്, ഒരു മാസ് ഫീൽ ചെയ്യുന്ന ഇൻട്രൊഡക്ഷനും അല്ല. അപ്പോൾ അത് നമുക്ക് ഒരു പിന്നെ കഥയിലോട്ട് അതിന് വാല്യൂ ആഡ് എന്ന് പറയുന്ന സംഭവങ്ങളൊന്നുമില്ല. കാരണം പ്രഭാസിന് വലിയൊരു സംഭവം നമ്മൾ ക്യാരക്ടർ റൈറ്റിങ്ങിലൂടെ ചെയ്ത് വെച്ചിട്ടുള്ളപ്പോൾ നമ്മൾ അത് ഒരു ഫാൻസിനെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇങ്ങനെ സിനിമ ഇപ്പം പ്രഭാസിന്റെ സിനിമ എന്ന് പറഞ്ഞിപ്പം നമ്മുടെ മഹേഷ് ബാബുക്ക് ചെയ്യുന്ന പോലെ മഹേഷ് ബാബുയുടെ സിനിമ എന്ന് പറയുന്ന സമയത്ത് ഓക്കെ നമുക്കത് ചെയ്യാൻ ഫാൻസിനെ തൃപ്തി. പക്ഷേ ആ ഒരു ഭാഗമൊക്കെ ഭയങ്കര എക്സ്ട്രീം ക്ലീഷേഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായി ഫസ്റ്റ് ഹാഫിലേക്ക് വരുന്ന സമയത്ത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുകയും ചെയ്തിട്ടുണ്ടായി. ആ സിനിമേൻ്റെ ഒരു ടോട്ടൽ നമ്മൾ ഇങ്ങനത്തെ ഉള്ള സിനിമ എടുക്കുന്ന സമയത്ത് ആ മൂവിക്കുള്ളിലേക്ക് എത്രയും പെട്ടെന്ന് പ്രേക്ഷകർ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫസ്റ്റ് ഹാഫിൽ വരുന്ന കുറച്ച് അവിഞ്ഞ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വന്നിട്ട് കുറച്ച് അത് ഇത്തരത്തിലുള്ള സിനിമയുടെ ആവശ്യമില്ല. ഇതൊക്കെ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് അത്രയും വലിയ കാര്യം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഭാഗം വന്നിട്ട് എനിക്ക് ലിറ്ററലി ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തേക്ക് സെക്കൻഡ് ഹാഫിലാണ് പല കാര്യങ്ങളും നമുക്ക് അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു കാലിബർ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം പുള്ളി അല്ലാതെ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സിനിമയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത്രയും ഗംഭീരമായിട്ടുള്ള സ്ക്രീൻ പ്രസൻസ്, അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ജയന്റ് എന്നൊക്കെ പറയുന്നില്ല, ആ ഒരു രീതിയിലുള്ള ഒരു പോർട്രയൽ സെക്കൻഡ് ഹാഫിൽ അമിതാഭ് ബച്ചനും ഈ പ്രഭാസും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ വന്നിട്ട് അത് സെക്കൻഡ് ഹാഫ് വന്നിട്ട് ഞാൻ പറയാം ഒരു പടക്കത്തിന് തീ കൊടുത്ത പോലെയാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. അപ്പോൾ അത് എൻ്റെ ബോഡി ലാംഗ്വേജ്, ഇപ്പോൾ കാണുന്ന എൻ്റെ ബോഡി ലാംഗ്വേജിലടക്കം ആ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് സിനിമ ബോറാകുന്ന സമയത്തുള്ള ബോഡി ലാംഗ്വേജ് അല്ല എനിക്ക് സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്ന ബോഡി ലാംഗ്വേജ്. സോ സെക്കൻഡ് ഹാഫിൽ അത്രയും സ്ക്രീൻ പ്ലേയിൽ വർക്ക് പോയിട്ടുണ്ട്. അത് ആദ്യം ഫസ്റ്റ് ഹാഫിലും മറ്റേ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അതിന് പകരം കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് ഈ ഒരു സ്ഥലത്തിന് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ സിനിമ വന്നിട്ട് വേറെ ലെവലാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ അത് വേറെ ലെവലല്ല എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ആ സെക്കൻഡ് ഹാഫിൻ്റെ ഒരൊറ്റ കാര്യം കൊണ്ട് നമുക്ക് ഈ സിനിമ വേറെ ലീഗ് സിനിമയായിട്ട്, അത് പ്യുവർ പാൻ ഇന്ത്യൻ ഫിലിം എന്ന് പറയുന്നത് എല്ലാവർക്കും കണക്ട് ആവുന്നത്. മഹാഭാരതത്തിൻ്റെ വേറൊരു ആംഗിളിൽ മഹാഭാരതം അത് ആലോചിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു തോട്ട് പ്രോസസ്, ക്രിയേറ്റീവ് വർക്ക് ഇതിനകത്ത് പോയിട്ടുണ്ട്. സോ അത് നാഗശ്വിൻ ഹാറ്റ്സ് ഓഫ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ ഇത്തരത്തിലുള്ളൊരു സിനിമ നമ്പണ്ടിക്കില്ല, നമ്മൾ നമ്പി പണം മുടക്കണമല്ല. അപ്പോൾ അതിനും ഗട്ട്സ് വേണം. സോ അത്രയും വലിയൊരു സ്കെയിലിലേക്ക് സിനിമയെ കൊണ്ടു. ഇതിൻ്റെ വിഷ്വൽ എഫക്ട്സിൻ്റെ ആൾക്കാരൊക്കെ ഞാൻ ആക്ച്വലി IMDb നോക്കുന്ന സമയത്ത് ഒരു 111 ആൾക്കാരുണ്ട്. സോ ഈച്ച് ആൻഡ് എവറി വണ്ണിനെ സ്പെസിഫൈ ചെയ്ത് പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്കത് പറയാത്തതുകൊണ്ട് ഒരു കമ്പനിയാണ് ചെയ്തില്ല. ഡിഫറെൻറ്റ് കമ്പനീസിനൊക്കെ അവർ താങ്ക്സ് കൊടുക്കുന്നുണ്ട് ഇനീഷ്യലി തന്നെ. സോ VFX ഒക്കെ വന്നിട്ട് ഗംഭീര VFX ആണ്. ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർ വാർസ് അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഗംഭീരമായിട്ടുള്ള VFX കൊടുത്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വന്നിട്ട് ബെഞ്ച് മാർക്ക് സെറ്റാണ്. അതിൻ്റെ മുകളിലേക്ക് ഒരു സീൻ ആലോചിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതങ്ങനെയാണ്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശോഭനയുടെ സ്ക്രീൻ പ്രസൻസ്. ശോഭന ഗംഭീരമായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞത് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ വന്നിട്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇപ്പം ബാഹുബലിയിലെ നമ്മുടെ രമ്യ കൃഷ്ണൻ ആയി കഴിഞ്ഞാലും അങ്ങനത്തെ ചില ക്യാരക്ടേഴ്സ് വന്നിട്ട് ചില ആൾക്കാർ പോർട്രേ ചെയ്യുമ്പോൾ അതിന് ആ ക്യാരക്ടറിൻ്റെ ഭംഗിയാക്കും. പിന്നെ പശുപതിയുടെ ക്യാരക്ടർ, അന്നാബന്നൻ്റെ ക്യാരക്ടർ ആയി കഴിഞ്ഞാൽ അത് ആ ഒരു ബ്ലെൻഡ് ഉണ്ട് ഇതിനകത്ത്. അതായത് ഒരു പഴമയും പുതുമയും കൂടി ചേർന്നിട്ട് ഒരു ബ്ലെൻഡ്, ആ ബ്ലെൻഡ് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഹാഫിൽ ആക്ച്വലി ഇതിന് പറ്റിയിട്ടുണ്ട്. ഒരു സിനിമ കാണുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക നമ്മളെ കൊണ്ട് ചെയ്യണം. അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും. എന്നാൽ പോലും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കില്ല ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക 2898 നിലയ്ക്കില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പോർട്രയൽ നാഗശ്വിൻ ഇതാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ആക്ച്വലി റഷ്യനോ ഉക്രൈനിയനോ അങ്ങനെ ആരോ ആണെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ പുള്ളിക്കാരൻ്റെ പേര് വായിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. എന്തോ ഒരു വോസിറ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഗസ് ചെയ്തിരുന്നത്. ആക്ച്വലി റഷ്യനാണോ യുക്രൈനാണോ എന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരൻ ഗംഭീരമായിട്ടുള്ളൊരു വർക്ക് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കമൽഹാസൻ ആയി കഴിഞ്ഞാൽ കമൽഹാസനൊക്കെ ഒരു ക്യാമിയോ റോള് മാത്രമല്ല. കമൽഹാസനൊക്കെ വന്ന് നെക്സ്റ്റ് ഇതിലാണ് വരും. അതൊരു യൂണിവേഴ്സായിട്ട് തന്നെ പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമൽഹാസൻ്റെ ക്യാരക്ടറൈസേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ശരിയായ ഒരു മാസം അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് കുറേ ക്യാമിയോസ് ഉണ്ട്, നമുക്ക് സർപ്രൈസുകൾ ഒരുപാടുണ്ട്. ആ സർപ്രൈസുകളൊക്കെ വന്നിട്ട് ഗംഭീരമായിട്ട് വർക്കായിട്ടുമുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഞാൻ പറയല്ലേ, സീരീസ് ഓഫ് സർപ്രൈസസ് ആണ് സെക്കൻഡ് ഹാഫിലുള്ളത്. അതിൻ്റെ സെക്കൻഡ് ഹാഫിലുള്ള കോറിയോഗ്രാഫി ഒക്കെ ഫൈറ്റ് കോറിയോഗ്രാഫിയൊക്കെ വന്നിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഫസ്റ്റ് ഹാഫിലെ പ്രഭാസിൻ്റെ ഈ ഓപ്പണിംഗ് ഫൈറ്റ് കാണിക്കുന്ന സമയത്ത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളത്.
അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് ഈ സിനിമ കംപ്ലീറ്റ്ലി പാക്ഡ് ആവുന്നത്. 3 മണിക്കൂർ സിനിമയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് താണു പോയി കഴിഞ്ഞാൽ പ്രേക്ഷകൻ അപ്പം തന്നെ ഇറങ്ങിപ്പോകും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സിനിമയിൽ ഇത്രയും ആൾക്കാരെ സെക്കൻഡ് ഹാഫിൽ പിടിച്ചു നിർത്താൻ പറ്റി എന്നുള്ളതാണ് ആക്ച്വലി സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇത് ഒരു പ്യുവർ പാൻ ഇന്ത്യൻ ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എത്രയും പെട്ടെന്ന് തെലുഗു ഇതിൽ സബ് ടൈറ്റിൽസ് കൊടുക്കുക. പിന്നെ ഇത് കാണാൻ പോകുന്ന ആൾക്കാർ ഇത് വന്നിട്ട് ഒരിക്കലും OTT-ലോ അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയൊരു സ്ക്രീനിൽ കാണേണ്ട സിനിമയല്ല. ഇത് ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് ആണ് ശരിക്കും. കാരണം അത്രയും വലിയ സ്ക്രീൻ അത്രയും നല്ല 3D ഉള്ള സ്ക്രീനിൽ പോകുമ്പോൾ അത്രയും ഗംഭീരമായിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് ഇത് OTT ഇതിനെ വന്നിട്ട് സ്ലോ ആണ് അതാണ് ഇതെന്നൊക്കെ ഇപ്പോൾ കുറേ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് OTT വന്ന് ഇതിനങ്ങനെ എങ്ങനെ പറയുന്നതിനെക്കാട്ടും ബെറ്റർ ഇത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തായിരിക്കും. ബെറ്റർ ഈ വീക്ക് തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്തായിരിക്കും ബെല്ല്. കാരണം ആ ഫസ്റ്റ് ഹാഫിലുള്ള അതിൻ്റെ ഫ്ലോസ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് വരെ പിടിച്ച് നിൽക്കണമെങ്കിൽ കുറച്ച് ആൾക്കാർ വേണം. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നിട്ട് പ്യുവർ ബ്ലിസ്സാണ് ഈ സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നിട്ട് കൽക്കി ഞാൻ പറഞ്ഞില്ല, ഞാൻ വിചാരിച്ചില്ല, ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. സോ നാഗശ്വിൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം ലൈക്ക് എന്താ പറയുക, ഫസ്റ്റ് ഹാഫിലുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നാഗശ്വിനും പ്രഭാസ് ഡേഞ്ചറാണ്. കാരണം പടം നല്ലതായി കഴിഞ്ഞാൽ പ്രഭാസിൻ്റെ ബോക്സ് ഓഫീസ് പവർ എന്ന് വെച്ചാൽ അന്യായമാണ്. സോ അത് നമ്മൾ കാണാൻ പോവാണ് ഇപ്പോൾ. സോ കൽക്കി ഇസ് മസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ടാണ്. അതിൻ്റെ അകത്ത് എടുത്ത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് ആ ഫസ്റ്റ് ഹാഫിലുള്ള ഈ ക്ലീഷേ തെലുഗ് പരിപാടി. അത് നിർത്തിയിരുന്നെങ്കിൽ അതൊരു എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു പാൻ ഇന്ത്യൻ ഫിലിമായിട്ട് മാറുന്നു. ഓൾറെഡി അത് അങ്ങനെയാണ്. എന്നാൽ പോലും ആ ഭാഗങ്ങൾ ഒഴിവാക്കായിരുന്നു തോന്നി. സോ ഡു വാച്ച് കൽക്കി ഇൻ തിയേറ്റേഴ്സ്.